ദിനപ്രതി ആയിരക്കണക്കിന് സഞ്ചാരികൾ എത്തുന്ന രാമക്കൽമേട് ടൂറിസം കേന്ദ്രത്തിലെ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച പാർക്കിംഗ് ഗ്രൗണ്ട് റോഡ് വികസനത്തിന്റെ പേരിൽ ഇടിച്ചു നിരത്തി. സമീപത്തുള്ള ടൂറിസം കേന്ദ്രത്തിന്റെ 20 അടിയിലധികം ഉയരമുള്ള സംരക്ഷണ ഭിത്തിയും അപകടാവസ്ഥയിലായി. എം.എം. മണി എം.എൽ.എയുടെ വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി സ്ഥാപിച്ച കൂറ്റൻ ഹൈമാസ്റ്റ് ലൈറ്റും എപ്പോൾ വേണമെങ്കിലും സഞ്ചാരികളുടെ മേലേക്ക് വീഴാവുന്ന അവസ്ഥയിലുമാണ്. മുമ്പ് പാർക്കിംഗ് ഗ്രൗണ്ട് ഇങ്ങനെയായിരുന്നു. കാരണം ഈ മഴ പെയ്താൽ ഈ സൈഡ് ഇത് കെട്ടിങ് മുഴുവൻ ഇതിട്ടാൽ ഇത് കുറേ അല്ലെങ്കിൽ ഈ മഴ തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കമ്പംമെട്ട് വണ്ണപ്പുറം സംസ്ഥാന പാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി പൊളിച്ചു മാറ്റിയതാണ് ലക്ഷങ്ങൾ മുടക്കി പണിതീർത്ത പാർക്കിംഗ് ഗ്രൗണ്ട്. ഉടൻ തന്നെ പുനർനിർമ്മിച്ചു നൽകുമെന്നായിരുന്നു സംസ്ഥാന പാതയുടെ നിർമ്മാണ കരാർ ഏറ്റെടുത്ത കമ്പനി അറിയിച്ചിരുന്നത്. എന്നാൽ പൊളിച്ചിട്ടിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെയും പാർക്കിംഗ് ഗ്രൗണ്ട് പുനർനിർമ്മിച്ചിട്ടില്ല. ഇതോടുകൂടി ദിനംപ്രതി എത്തുന്ന ആയിരക്കണക്കിന് സഞ്ചാരികളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും ഇടമില്ലാതെയായി. ഓഫ് റോഡ് ജീപ്പുകളും പാർക്ക് ചെയ്യുവാൻ ഇടമില്ല. മഴ പെയ്താൽ ഇവിടം ചെളികുളമാകും. ഇതിനോടൊപ്പം വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ എൻട്രൻസിലേക്ക് കടക്കുവാനും മാർഗമില്ല. സമീപത്തായി 20 അടി ഉയരത്തിൽ തീർത്തിട്ടുള്ള സംരക്ഷണ ഭിത്തിയും അപകടാവസ്ഥയിലാണ്. എം.എം. മണി എം.എൽ.എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റും അപകടാവസ്ഥയിലാണ്. നമ്മുടെ കമ്പംമെട്ട് വണ്ണപ്പുറം ഹൈവേ ആണ് നിലവിൽ DTPCയുടെ കോമ്പൗണ്ടിലൂടെ ഇപ്പം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഹൈവേയുടെ വർക്കിന്റെ ഭാഗമായിട്ട് റോഡിന്റെ 2 സൈഡുകളും കോൺക്രീറ്റ് ചെയ്ത് തീർക്കേണ്ട വർക്കുകളാണ് ഇപ്പോൾ നിലവിൽ കിടക്കുന്നത്. പക്ഷെങ്കിൽ അവരെന്തോ ഒരു മന്ദഗതിയിലാണ് വർക്ക് പോകുന്നത്. നമ്മുടെ DTPCയുടെ കൗണ്ടറിന്റെ വാതിൽ തന്നെ നമുക്ക് നിരീക്ഷിക്കുമ്പോഴത്തേക്ക് അറിയാം, ആയിരക്കണക്കിന് സഞ്ചാരികൾ വന്ന് സഞ്ചരിച്ചു പോകുന്ന നമ്മുടെ എൻട്രൻസ് ആണിത്. അപ്പോൾ അതിന്റെ 2 ഭാഗവും ഇപ്പം മൺതിട്ട അതിന്റെ 4 അടി കട്ടിങ് രൂപപ്പെട്ടിരിക്കുകയാണ് ഈ റോഡിന്റെ വർക്കിന്റെ ഭാഗമായിട്ട്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ആ വർക്ക് ചെയ്ത് നമുക്ക് DTPCക്ക് സുഗമമായ പ്രവർത്തനം നടത്താനുള്ള സാഹചര്യം ഒരുക്കി തരണമെന്നുള്ളതാണ് അപേക്ഷിക്കുന്നത്. അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് DTPCയുടെയും നാട്ടുകാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.